ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ലാബ് അസിസ്റ്റൻറ്റ് മെയിൻ എക്സാം, ഡിഗ്രി പ്രിലിംസ് സ്റ്റേജ് 2 ഈ രണ്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട കറണ്ട് അഫയേഴ്സിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണിത്. ഫസ്റ്റ് ക്ലാസ് കാണാനായിട്ട് താല്പര്യമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ക്ലാസ് കഴിഞ്ഞാൽ ഇതിൻ്റെ PDF നോട്ട് നമ്മുടെ ടെലഗ്രാമിലും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ഒന്ന് ജോയിൻ ചെയ്യുക, തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നാസ അവരുടെ ഡീപ്പ് സ്പേസ് നെറ്റ്വർക്ക് വഴി ശുക്രനിലേക്ക് അയച്ച ഹിപ്കോപ്പ് ഗാനം ഏതാണ്? അത് ദ റെയിൻ എന്നുള്ളതാണ്. നാസ അവരുടെ ഡീപ്പ് സ്പേസ് നെറ്റ്വർക്ക് വഴി ശുക്രനിലേക്ക് അയച്ച ഹിപ്പ് ഹോപ്പ് ഗാനമാണ് ദ റെയിൻ. മനുഷ്യനെയും വഹിച്ചുകൊണ്ടുള്ള ബോയിങ്ങിൻ്റെ ആദ്യ പരീക്ഷണ ദൗത്യത്തിൻ്റെ ഭാഗമായി സുനിത വില്യംസും ബുച്ച് വിൽമോറും ബഹിരാകാശ നിലയത്തിലേക്ക് ബോയിങ് സ്റ്റാർലൈനർ ക്യാപ്സ്യൂളിൽ യാത്ര തിരിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ 2024 ജൂൺ 5-നാണ്. 286 ദിവസത്തെ താമസത്തിനു ശേഷം സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ ക്യാപ്സ്യൂളിൽ 2025 മാർച്ച് 18-ന് ഭൂമിയിൽ തിരികെ എത്തി. അപ്പോൾ മനുഷ്യനെയും വഹിച്ചുകൊണ്ടുള്ള ബോയിങ്ങിൻ്റെ ആദ്യ പരീക്ഷണ ദൗത്യത്തിൻ്റെ ഭാഗമായി സുനിത വില്യംസും ബുച്ച് വിൽമോറും ബഹിരാകാശ നിലയത്തിലേക്ക് ബോയിങ് സ്റ്റാർലൈനർ ക്യാപ്സ്യൂളിൽ യാത്ര തിരിച്ചതെന്നാണെന്ന് ചോദിച്ചാൽ അത് 2024 ജൂൺ 5-ആണ്. ആകെ എത്ര ദിവസമാണ് അവരവിടെ താമസിച്ചതെന്ന് ചോദിച്ചാൽ മക്കളെ 286 ദിവസമാണ് അവിടെ താമസിച്ചത്. സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ ക്യാപ്സ്യൂളിൽ 2025 മാർച്ച് 18-നാണ് അവർ ഭൂമിയിലെത്തിയതെന്നുള്ളതും ഓർത്തു വയ്ക്കുക. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായ ഒളിമ്പസ് മോൺസിൻ്റെ ചിത്രം 2024 പകർത്തിയ നാസയുടെ ഓർബിറ്റർ ഏതാണെന്ന് ചോദിച്ചാൽ ശ്രദ്ധിക്കുക, മാഴ്സ് ഒഡീസിയാണ്. മാഴ്സ് ഒഡീസി. അപ്പോൾ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായ ഒളിമ്പസ് മോൺസിൻ്റെ ചിത്രം 2024 പകർത്തിയ നാസയുടെ ഓർബിറ്ററാണ് മാഴ്സ് ഒഡീസി. 2024 ജൂലൈയിൽ ചൊവ്വയിൽ സൾഫർ സാന്നിധ്യം കണ്ടെത്തിയ നാസയുടെ റോവറാണ് ക്യൂരിയോസിറ്റി. അടുത്തിടെ ചന്ദ്രനിൽ ജലത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ചൈനീസ് ദൗത്യമാണ് ചാങ് E6 എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തിടെ ചന്ദ്രനിൽ ജലത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ചൈനീസ് ദൗത്യമാണ് ചാങ് E6. 86 വർഷത്തിനിടെ ഏറ്റവും ചൂടേറിയ ദിനമെന്നാണെന്ന് ചോദിച്ചാൽ മക്കളെ പ്രത്യേകം ശ്രദ്ധിക്കുക, 2024 ജൂലൈ 22. 2024 ജൂലൈ 22-നാണ് 86 വർഷത്തിനിടെ ഏറ്റവും ചൂടേറിയ ദിനം ആയത്. അടുത്തിടെ ഡാർക്ക് ഓക്സിജൻ കണ്ടെത്തിയ സമുദ്രഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് പസഫിക് സമുദ്രത്തിലാണ് അടുത്തിടെ ഡാർക്ക് ഓക്സിജൻ കണ്ടെത്തിയത്. ഇന്ത്യയിലെ ആദ്യത്തെ പുനരുപയോഗ ഹൈബ്രിഡ് റോക്കറ്റാണ് റൂമി 1. ഇന്ത്യയിലെ ആദ്യത്തെ പുനരുപയോഗ ഹൈബ്രിഡ് റോക്കറ്റിൻ്റെ പേരാണ് റൂമി 1. ബഹിരാകാശത്ത് എത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിതയാണ് കാഴ്സൺ കിച്ചൻ. 21 വയസ്സാണ് കാഴ്സൺ കിച്ചന്. ബഹിരാകാശത്തെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിതയാണ് കാഴ്സൺ കിച്ചൻ. ഓക്കെ. HIV തടയാനുള്ള കുത്തിവയ്പ്പ് മരുന്നാണ് ലെനാകാപ്പവിർ എന്ന് പറയുന്നത്. അപ്പോൾ ലെനാകാപ്പവിർ ആണ് HIV തടയാനുള്ള കുത്തിവയ്പ്പ് മരുന്നാണ് എന്തെന്ന് പറയുന്നത്, ലെനാകാപ്പവിർ എന്ന് പറയുന്നത്. അടുത്തിടെ ന്യൂ കാസിൽ രോഗം പടർന്നു പിടിച്ചതിനെ തുടർന്ന് മൃഗങ്ങളുടെ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ബ്രസീലാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അടുത്തിടെ ന്യൂ കാസിൽ രോഗം പടർന്നു പിടിച്ചതിനെ തുടർന്ന് മൃഗങ്ങളുടെ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യമാണ് ബ്രസീൽ. അടുത്തിടെ എംപോക്സ് വേരിയൻ്റ് പടർന്നു പിടിച്ച ആഫ്രിക്കൻ രാജ്യമാണ് കോങ്കോ. അടുത്തിടെ എംപോക്സ് വേരിയൻ്റ് പടർന്നു പിടിച്ച ആഫ്രിക്കൻ രാജ്യമാണ് കോങ്കോ.
ഔറോ പൗഷ വൈറസ് ബാധിച്ച് മരണം സ്ഥിരീകരിച്ച ആദ്യ രാജ്യമാണ് ബ്രസീൽ. അപ്പോൾ ഔറോ പൗഷെ വൈറസ് ബാധിച്ച് മരണം സ്ഥിരീകരിച്ച രാജ്യമാണ് ബ്രസീൽ. 2024 ഓഗസ്റ്റിൽ IUCAN-ന്റെ റെഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള സസ്യ ഇനമാണ് നീലക്കുറിഞ്ഞി. ഓക്കെ, അപ്പോൾ 2024 ഓഗസ്റ്റിൽ IUCN-ന്റെ റെഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള സസ്യ ഇനമാണ് നീലക്കുറിഞ്ഞി. അപകടകാരികളായ മൃഗങ്ങളുടെ എണ്ണം കുറയ്ക്കാനായി രാജ്യത്തെ ചെങ്കരടികളെ കൊന്നൊടുക്കാൻ അനുമതി നൽകിയ രാജ്യമാണ് സ്വീഡൻ. ഓക്കെ, അപ്പോൾ സ്വീഡനിലാണ് ചെങ്കരടികളെ കൊന്നൊടുക്കാനായിട്ട് അനുമതി കൊടുത്തത്. അടുത്തിടെ ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ വജ്രം ഖനനം ചെയ്തത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ബോട്സ്വാനയിലാണ്. ഓക്കെ, അപ്പോൾ അടുത്തിടെ ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ വജ്രം ഖനനം ചെയ്തത് ബോട്സ്വാന. ഭക്ഷ്യക്ഷാമം പരിഹരിക്കാൻ വന്യമൃഗങ്ങളെ കൊല്ലാൻ അനുമതി നൽകിയ രാജ്യമാണ് നമീബിയ. ഭക്ഷ്യക്ഷാമം പരിഹരിക്കാൻ വന്യമൃഗങ്ങളെ കൊല്ലാൻ അനുമതി നൽകിയ രാജ്യമാണ് നമീബിയ. വംശനാശ ഭീഷണി നേരിടുന്ന നൂറുകണക്കിന് തവളകളെ സംരക്ഷിക്കാൻ തീരുമാനിച്ച രാജ്യമാണ് ഓസ്ട്രേലിയ. 2024 സെപ്റ്റംബറിൽ ചമ്രാൻ 1 എന്ന ഗവേഷണ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യമാണ് ഇറാൻ. അപ്പോൾ 2024 സെപ്റ്റംബറിൽ ചമ്രാൻ 1 എന്ന ഗവേഷണ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഇറാനാണ്. 2024 സെപ്റ്റംബറിൽ വാക്സിനേഷൻ നിർത്തിവച്ച രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. ഗർഭാശയ ക്യാൻസർ നേരിടുന്നതിനായി ക്വാഡ് ആവിഷ്കരിച്ച സംവിധാനമാണ് ക്വാഡ് ക്യാൻസർ മൂൺഷോട്ട് എന്ന് പറയുന്നത്. ഇന്ത്യ, ഓസ്ട്രേലിയ, US, ജപ്പാൻ എന്നിവരാണ് ക്വാഡ് നിലവിൽ ആവിഷ്കരിച്ചത്. ഇനി കുഷ്ഠരോഗ നിർമ്മാർജ്ജനം ചെയ്ത് ആദ്യ രാജ്യമെന്ന ലോകാരോഗ്യ സംഘടന അംഗീകരിച്ചത് ജോർദാനാണ്. ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്നുകൂടി ഓർത്തു വച്ചോ. കുഷ്ഠരോഗം നിർമ്മാർജ്ജനം ചെയ്ത ആദ്യ രാജ്യമെന്ന് ലോകാരോഗ്യ സംഘടന അംഗീകരിച്ചത് ഏത് രാജ്യത്തെയാണെന്ന് ചോദിച്ചാൽ അത് ജോർദാനാണ്. 2024 ലോക ഹൃദയ ദിനത്തിൻ്റെ പ്രമേയമാണ് യൂസ് ഹാർട്ട് ഫോർ ആക്ഷൻ എന്നുള്ളതാണ്. അപ്പോൾ 2024 ലോക ഹൃദയ ദിനത്തിൻ്റെ പ്രമേയമാണ് യൂസ് ഹാർട്ട് ഫോർ ആക്ഷൻ. ISROയുടെ വീനസ് ഓർബിറ്റർ മിഷനിൽ പങ്കുചേരുന്ന രാജ്യമാണ് സ്വീഡൻ. ISROയുടെ വീനസ് ഓർബിറ്റർ മിഷനിൽ പങ്കുചേരുന്ന രാജ്യമാണ് സ്വീഡൻ. പ്രമേഹ സാധ്യത കുറയ്ക്കാൻ കഴിയുന്ന പുതിയ ഇനം അരി വികസിപ്പിച്ചത് ISRI ഫിലിപ്പീൻസ് ആണ്. ഓക്കെ, അപ്പോൾ പ്രമേഹ സാധ്യത കുറയ്ക്കാൻ കഴിയുന്ന പുതിയ ഇനം അരി വികസിപ്പിച്ചു. അത് ആരാന്ന് ചോദിച്ചാൽ IRI ഫിലിപ്പീൻസ് ആണ്. IRI ഫിലിപ്പീൻസ്. ഫോസിൽ ഇന്ധനങ്ങളുടെ പരസ്യം നിരോധിച്ച ലോകത്തിലെ ആദ്യ നഗരമാണ് ഹേഗ്. ഫോസിൽ ഇന്ധനങ്ങളുടെ പരസ്യം നിരോധിച്ച ലോകത്തിലെ ആദ്യ നഗരമാണ് ഹേഗ്. അടുത്തിടെ മാർബർഗ് വൈറസ് ബാധയെ തുടർന്ന് മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യമാണ് റുവാണ്ട. അടുത്തിടെ മാർബർഗ് വൈറസ് ബാധയെ തുടർന്ന് മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യമാണ് റുവാണ്ട. വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് 2023 പ്രകാരം ലോകത്ത് വായുമലിനീകരണം ഏറ്റവും രൂക്ഷമായ രാജ്യങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്തുള്ളത് ബംഗ്ലാദേശ്. അപ്പോൾ വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് 2023 പ്രകാരം ലോകത്ത് വായുമലിനീകരണം ഏറ്റവും രൂക്ഷമായ രാജ്യങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്തുള്ളത് ബംഗ്ലാദേശാണ്. US-ലെ കാലിഫോർണിയയിലുള്ള ഷ്മിറ്റ് ഓഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് 10,200 അടി ഉയരമുള്ള പർവ്വതം കണ്ടെത്തിയ സമുദ്രമാണ് പസഫിക് സമുദ്രം. അപ്പോൾ USA-ലെ കാലിഫോർണിയയിലുള്ള ഷ്മിറ്റ് ഓഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് 10,200 അടി ഉയരമുള്ള പർവ്വതത്തെ കണ്ടെത്തിയ സമുദ്രമാണ് പസഫിക് സമുദ്രം. സൗദി അറേബ്യയിൽ ഒരുങ്ങുന്ന ലോകത്തിലെ ആദ്യത്തെ ഇക്കോ സിറ്റിയാണ് ദ ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ സൗദി അറേബ്യയിൽ ഒരുങ്ങുന്ന ലോകത്തിലെ ആദ്യത്തെ ഇക്കോ സിറ്റിയുടെ പേരാണ് ദ ലൈൻ എന്നുള്ളത്. ഏഷ്യൻ സമുദ്രമേഖലയിൽ സുരക്ഷാ സഹകരണത്തിനുള്ള നീക്കങ്ങൾക്ക് തുടക്കം കുറിച്ചുള്ള ക്വാഡ് ഉച്ചകോടിക്ക് വേദിയായ US നഗരമാണ്
ഡെലാവെയർ എന്ന് പറയുന്നത്. ഡെലാവെയർ. അപ്പോൾ ഏഷ്യൻ സമുദ്രമേഖലയിൽ സുരക്ഷാ സഹകരണത്തിനുള്ള നീക്കങ്ങൾക്ക് തുടക്കം കുറിച്ചുള്ള ക്വാഡ് ഉച്ചകോടിക്ക് വേദിയായ US നഗരമാണ് ഡെലാവെയർ. കാർബൺ ഡയോക്സൈഡ് സാന്നിധ്യം കണ്ടെത്തിയ പ്ലൂട്ടോയുടെ ഉപഗ്രഹമാണ് ഷാരോൺ. 2024 ഒക്ടോബർ ലോകാരോഗ്യ സംഘടന ട്രക്കോമ നിർമ്മാർജ്ജനം ചെയ്ത രാജ്യമായി പ്രഖ്യാപിച്ചത് ഇന്ത്യയാണ്. ഓക്കെ, അപ്പോൾ 2024 ഒക്ടോബറിൽ ലോകാരോഗ്യ സംഘടന ട്രക്കോമ നിർമ്മാർജ്ജനം ചെയ്ത രാജ്യമായി പ്രഖ്യാപിച്ചത് ഇന്ത്യയാണ്. 2024 വൈദ്യശാസ്ത്ര നൊബേൽ ജേതാക്കളാണ് വിക്ടർ ആംബ്രോസും ഗാരി റുഫ്കനും. ഓക്കെ, അപ്പോൾ 2024 വൈദ്യശാസ്ത്ര നൊബേൽ ജേതാക്കൾ വിക്ടർ ആംബ്രോസ്, അതേപോലെ തന്നെ ഗാരി റുഫ്കനാണ്. 2024 ഭൗതികശാസ്ത്ര നൊബേൽ ജേതാക്കളാണ് ഭൗതികശാസ്ത്ര നൊബേൽ ജേതാക്കളാണ് ജോൺ ഹോപ്പ് ഫീൽഡും അതേപോലെ തന്നെ ജെഫ്രി ഹിൻഡൺ എന്നുള്ളതും. അപ്പോൾ ജോൺ ഹോപ്പ് ഫീൽഡും ജെഫ്രി ഹിൻഡണുമാണ് 2024 ഭൗതികശാസ്ത്ര നൊബേൽ ജേതാക്കൾ. അടുത്തിടെ ദേശീയ ബഹിരാകാശ പാനൽ അനുമതി നൽകിയ ഇന്ത്യയുടെ 5ാമത്തെ ചാന്ദ്ര ദൗത്യമാണ് ലൂപെക്സ് എന്ന് പറയുന്നത്, ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ മിഷൻ. 2024 ഒക്ടോബറിൽ യാർസ് ആണവ മിസൈൽ പരീക്ഷണം നടത്തിയ രാജ്യമാണ് റഷ്യ. 2024 ഒക്ടോബറിൽ മലേറിയ വിമുക്തമായി പ്രഖ്യാപിക്കപ്പെട്ട രാജ്യമാണ് ഈജിപ്റ്റ്. 2024 ഒക്ടോബറിൽ IQ എയർ പുറത്തുവിട്ട എയർ ക്വാളിറ്റി ഇൻഡെക്സ് പ്രകാരം ഏറ്റവും അന്തരീക്ഷ മലിനീകരണമുള്ള നഗരമാണ് ലാഹോർ, പാകിസ്ഥാൻ. അപ്പോൾ 2024 ഒക്ടോബറിൽ IQ എയർ പുറത്തുവിട്ട എയർ ക്വാളിറ്റി ഇൻഡെക്സ് പ്രകാരം ഏറ്റവും അന്തരീക്ഷ മലിനീകരണമുള്ള നഗരമാണ് ലാഹോർ, പാകിസ്ഥാൻ. 2024 ഏഷ്യ ക്ലീൻ എനർജി ഉച്ചകോടിയുടെ വേദിയാണ് സിംഗപ്പൂർ. പ്രഥമ ആഗോള പ്രകൃതി സംരക്ഷണ സൂചികയിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യമേതാണെന്ന് ചോദിച്ചാൽ അത് ലക്സംബർഗാണ്. പ്രഥമ ആഗോള പ്രകൃതി സംരക്ഷണ സൂചികയിൽ 180 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനമാണ് 176. ഐക്യരാഷ്ട്രസഭയുടെ ആഗോള ജൈവ വൈവിധ്യ ഉച്ചകോടിയുടെ വേദിയാണ് കൊളംബിയ. ഇതുവരെ മലേറിയ വിമുക്തമായ രാജ്യങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ 44. കൃത്രിമമായി സൂര്യഗ്രഹണം സൃഷ്ടിച്ച് സൂര്യൻ്റെ കൊറോണയെക്കുറിച്ച് പഠിക്കാനായി യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി വിക്ഷേപിച്ച ദൗത്യത്തിൻ്റെ പേരാണ് പ്രോബ് 3. 2024 കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദിയായിരുന്നു ബാക്കു. 2024 അവസാനത്തെ സൂപ്പർ മൂൺ ദൃശ്യമായത് നവംബർ 16 ഓർത്തു വയ്ക്കുക. നവംബർ 16 2024 അവസാനത്തെ സൂപ്പർ മൂൺ ദൃശ്യമായത്. ഹൈപ്പർസോണിക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ച എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ 4ാമത്തെ രാജ്യമാണ്. ISROയ്ക്കും ഫ്രഞ്ച് സ്പേസ് ഏജൻസിയും സംയുക്തമായി വികസിപ്പിക്കുന്ന ഉപഗ്രഹത്തിന് നൽകിയിട്ടുള്ള പേരെന്ത്? തൃഷ്ണ. എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി എന്ന റെക്കോർഡിനർഹയായ 16കാരി ആരാണെന്ന് ചോദിച്ചാൽ കാമ്യ കാർത്തികേയനാണ്. കാമ്യ കാർത്തികേയൻ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് റിസർച്ചിൻ്റെ 2024 സ്പേസ് അവാർഡ് നേടിയ കർഷകയാര് എന്ന് ചോദിച്ചാൽ സ്വപ്ന കല്ലിങ്ങലാണ്. സ്വപ്ന കല്ലിങ്ങലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് റിസർച്ചിൻ്റെ 2024 സ്പേസ് അവാർഡ് നേടിയ കർഷകയാരാണ് എന്ന് ചോദിച്ചാൽ സ്വപ്ന കല്ലിങ്ങലാണ്. ഏഷ്യൻ കഴുകന്മാർക്ക് വേണ്ടി ലോകത്തിലെ ആദ്യത്തെ സംരക്ഷണ കേന്ദ്രം നിലവിൽ വന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഉത്തർപ്രദേശാണ്. കപ്പലുകൾക്കും അന്തർവാഹിനികൾക്കും ഭീഷണിയായ ബോംബുകളെ നിർവീര്യമാക്കാൻ കഴിയുന്ന അഡ്വാൻസ്ഡ് ടോർപിഡോ പ്രതിരോധ സംവിധാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് മാരീജ് ആണ്. മാരീജ് വികസിപ്പിച്ചെടുത്ത കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനമാണ് കെൽട്രോൺ. രാജ്യത്താദ്യമായി രോഗവ്യാപനശേഷിയില്ലാത്ത നിപ്പ വൈറസിന് സമാനമായ കണങ്ങളെ പരീക്ഷണാവശ്യങ്ങൾക്കായി വികസിപ്പിച്ചെടുത്ത സ്ഥാപനമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജി. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി. നീല നിറത്തിലുള്ള പുതിയ ഉറുമ്പിനെ 2024 ജൂണിൽ ഗവേഷകർ കണ്ടെത്തിയത് ഇന്ത്യയുടെ ഏതു പ്രദേശത്ത് നിന്നുമാണെന്ന് ചോദിച്ചാൽ അരുണാചൽ പ്രദേശ്. രാജ്യത്തെ വന്യജീവികളുടെ സമ്പൂർണ്ണ ലിസ്റ്റ് തയ്യാറാക്കിയ
ലോകത്തിലെ ആദ്യത്തെ രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ രാജ്യത്തെ വന്യജീവികളുടെ സമ്പൂർണ്ണ ലിസ്റ്റ് തയ്യാറാക്കിയ ലോകത്തിലെ ആദ്യ രാജ്യമാണ് ഇന്ത്യ. അരുണാചൽ പ്രദേശിലെ ടെയിൽ വന്യജീവി സങ്കേതത്തിൽ സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ കൊമ്പുള്ള തവള ഇനം ഏതാണെന്ന് ചോദിച്ചാൽ അത് സിനോഫ്രിസ് അപതാനി എന്നുള്ളതാണ്. സിനോഫ്രിസ് അപതാനിയാണ് കൊമ്പുള്ള തവള. എവിടെയാണെന്ന് ചോദിച്ചാൽ അരുണാചൽ പ്രദേശിലെ ടെയിൽ വന്യജീവി സങ്കേതം. വേണമെങ്കിൽ ഇങ്ങനെയും ചോദിക്കാം, ടെയിൽ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ അത് അരുണാചൽ പ്രദേശാണ്. അവിടെ കണ്ടെത്തിയ കൊമ്പുള്ള തവളയാണ് അവിടുത്തെ പ്രത്യേകത. അതിൻ്റെ പേരാണ് സിനോഫ്രിസ് അപതാനി. ലഹരി വസ്തുക്കളുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ പ്രഥമ ദേശീയ ഹെൽപ്പ് ലൈൻ ഏതാണെന്ന് ചോദിച്ചാൽ മനാസ് ആണ്. ഇന്ത്യ ഗവൺമെൻറ് ആരംഭിച്ച യുവിൻ പോർട്ടലിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ വാക്സിനേഷൻ്റെ മേൽനോട്ടമാണ് യുവിൻ പോർട്ടലിൻ്റെ ലക്ഷ്യം. ചെറുകിട ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ സ്ഥാപിച്ച് ഊർജോൽപാദനം നടത്താൻ ലക്ഷ്യമിട്ട് 2024 ബജറ്റിൽ പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതിയാണ് ഭാരത് സ്മോൾ റിയാക്ടേഴ്സ്. ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത അതിശക്തമായ ആണവേതര സ്ഫോടക വസ്തുവാണ് സെബെക്സ് 2 എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത അതിശക്തമായ ആണവേതര സ്ഫോടക വസ്തുവാണ് സെബെക്സ് 2. ഇന്ത്യയിലെ ആദ്യത്തെ പരിസ്ഥിതി സൗഹൃദ സെക്രട്ടേറിയറ്റ് ഏത് സംസ്ഥാനത്തിൻ്റേതാണെന്ന് ചോദിച്ചാൽ അത് അസമാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ഇന്ത്യ ബഹിരാകാശ യാത്രികരെ അയക്കുന്നത് ഏത് അന്താരാഷ്ട്ര കൊമേഴ്സ്യൽ ദൗത്യത്തിൻ്റെ ഭാഗമാണെന്ന് ചോദിച്ചാൽ അക്സിയോം 4 ആണ്. അക്സിയോം 4 എന്നതാണ്. ധാന്യങ്ങൾ ലഭിക്കാൻ ഇന്ത്യയിലെ ആദ്യത്തെ ATM തുറന്നത് ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ ഒഡീഷയാണ്. ISRO 2024 ഓഗസ്റ്റ് 16 വിക്ഷേപിച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹത്തിൻ്റെ പേരാണ് EOS 08. നാഗാലാൻഡിൽ നിന്ന് 2024 കണ്ടെത്തിയ മഞ്ഞളിനോട് സാദൃശ്യമുള്ള സസ്യമാണ് കുർക്കുമ ഉങ് മെൻസിസ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ സിലിക്കൺ കാർബൈഡ് നിർമ്മാണ സംവിധാനം ഉദ്ഘാടനം ചെയ്തത് ഭുവനേശ്വരാണ്. ഇന്ത്യയുടെ അലങ്കാര മത്സ്യകൃഷിയുടെ പ്രോത്സാഹനാർത്ഥം കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ആപ്പിൻ്റെ പേരാണ് രംഗീൻ മച്ഛലി ആപ്പ്. ഇന്ത്യയിലെ ക്ഷീരോത്പാദന മേഖല ശക്തിപ്പെടുത്തുന്നതിനായി 2024 സെപ്റ്റംബറിൽ പ്രഖ്യാപിച്ച കർമ്മ പദ്ധതിയാണ് വൈറ്റ് റവല്യൂഷൻ 2.0. കാർഷിക വിളകൾക്ക് കനത്ത നാശം വരുത്തുന്നതിനെ തുടർന്ന് വന്യമൃഗങ്ങളെ നീലക്കാക്കകളെയും കാട്ടുപന്നികളെയും കൊല്ലാൻ അനുമതി നൽകിയത് ഏത് സംസ്ഥാന സർക്കാരാണെന്ന് ചോദിച്ചാൽ അത് ബീഹാർ ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇനി കാർബൺ ഡയോക്സൈഡിൽ നിന്ന് മെഥനോൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ പ്ലാന്റ് തുറന്നത് പൂനെയിലാണ്. പശ്ചിമഘട്ട സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കസ്തൂരി രംഗൻ കമ്മിറ്റി റിപ്പോർട്ട് തള്ളിക്കളയാൻ 2024 സെപ്റ്റംബറിൽ തീരുമാനിച്ചത് ഏത് സംസ്ഥാന സർക്കാരാണെന്ന് ചോദിച്ചാൽ കർണാടകമാണ്. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഡിപ്പോകളെ ഓൺലൈനായി ബന്ധിപ്പിക്കാനുള്ള പുതിയ ഓൺലൈൻ പ്ലാറ്റ്ഫോം സിസ്റ്റം ഏതാണെന്ന് ചോദിച്ചാൽ അന്നദർപ്പൺ. തദ്ദേശീയ പശുക്കൾക്ക് രാജ്യമാതാ ഗോമാതാ പദവി നൽകാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അപ്പോൾ തദ്ദേശീയ പശുക്കൾക്ക് രാജ്യമാതാ ഗോമാതാ പദവി നൽകാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അപൂർവ ഇനം ജന്തുജാലങ്ങളുടെ DNA സംരക്ഷിക്കാനായി ഇന്ത്യയിലെ ആദ്യത്തെ ജനറ്റിക് ബയോബാങ്ക് ആരംഭിക്കുന്നത് പത്മജ നായിഡു സുവോളജിക്കൽ പാർക്ക് ഡാർജിലിംഗിലാണ്. QS യൂണിവേഴ്സിറ്റി റാങ്ക് 2025 ഇന്ത്യയിൽ നിന്ന് ഒന്നാമതെത്തിയ സ്ഥാപനമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഡൽഹി. അമേരിക്കയിലെ ഫ്ലോറിഡയിൽ നിന്ന് 2024 നവംബർ 18 വിക്ഷേപിച്ച ഇന്ത്യൻ ഉപഗ്രഹമാണ് GSAT 20. ഫിനോൾ, ബെൻസീൻ തുടങ്ങിയ അപകടകാരികളായ ജലമലിനീകാരികളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഏത് ഉപകരണമാണ് IIT മുംബൈ ഗവേഷകർ വികസിപ്പിച്ചതെന്ന് ചോദിച്ചാൽ എയറോ ട്രാക്കാണ്. രോഗാണുക്കളെ മരുന്നുകളോടുള്ള പ്രതിരോധത്തെ അതിജീവിക്കാൻ ശേഷിയുള്ളതും ഇന്ത്യൻ തദ്ദേശീയമായി നിർമ്മിതവുമായ ആദ്യ ആൻറ്റിബയോട്ടിക്കാണ് നാഫിത്രോമൈസിൻ. വാഹനങ്ങളിൽ ഗ്രീൻ ഹൈഡ്രജൻ നിറയ്ക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തത്
ലഡാക്കിലെ ലേയിലാണ്. രാജ്യത്ത് ആദ്യമായി കാട്ടാനയടക്കമുള്ള വന്യമൃഗങ്ങൾക്ക് കാടിറങ്ങുന്നത് തടയുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് സ്മാർട്ട് ഫെൻസിംഗ് ആരംഭിക്കുന്ന സംസ്ഥാനമാണ് കേരളം. GI ടാഗ് ലഭിച്ച ആദ്യ വനോൽപ്പന്നം എന്ന പദവിക്ക് അർഹത നേടിയ മരം ഏതാണെന്ന് ചോദിച്ചാൽ അത് നിലമ്പൂർ തേക്കാണ്. കേരളത്തിൽ നിന്ന് കണ്ടെത്തിയ പുതിയ നിശാശലഭമാണ് പാൻഗോര കേരളിയൻസ്. അപ്പോൾ പാൻഗോര കേരളിയൻസ് ആണ് കേരളത്തിൽ നിന്ന് കണ്ടെത്തിയ പുതിയ നിശാശലഭം. പശ്ചിമഘട്ടത്തിലെ അഗസ്ത്യ മലയോട് ചേർന്ന് പ്രദേശത്തു നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം തുമ്പിയാണ് അഗസ്ത്യമല മുളവാലൻ എന്ന് പറയുന്നത്. കേരളത്തിൽ ആദ്യമായി പക്ഷി നിരീക്ഷണത്തിനും പഠനത്തിനുമായി പാഠശാല ഒരുങ്ങുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കടപ്പൂരാണ്, കോട്ടയം. കേരളത്തിലെ ഏക മയിൽ സംരക്ഷണ കേന്ദ്രമാണ് ചൂലന്നൂർ മയിൽ സങ്കേതം. മരച്ചീനി ഇലകളിൽ നിന്ന് ജൈവ കീടനാശിനി നിർമ്മിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ CA ജയപ്രകാശ്. 2024 സെപ്റ്റംബർ മാസത്തിൽ കേരളത്തിൽ എംപോക്സ് സ്ഥിരീകരിച്ചത് മലപ്പുറം ജില്ലയിലാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ സഫാരി പാർക്ക് ആരംഭിക്കുന്നത് തളിപ്പറമ്പ് കണ്ണൂരാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. 2025 ഫെബ്രുവരിയിൽ വിടവാങ്ങിയ സോവിയറ്റ് ചെസ് ഇതിഹാസമാണ് ബോറിസ് പാസ്കി. ബ്രിട്ടനിലെ പുതിയ പ്രധാനമന്ത്രിയാണ് കെയ്ർ സ്റ്റാമർ. ലേബർ പാർട്ടിയിലെയാണ് ബ്രിട്ടനിലെ പുതിയ പ്രധാനമന്ത്രി കെയ്ർ സ്റ്റാമർ. ഭൂമിയിൽ നിന്ന് 37 കോടി കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന സ്വർണവും ഇരുമ്പും നിക്കലും അടങ്ങിയ ചിഹ്നഗ്രഹമാണ് സൈക്കി. യുണൈറ്റഡ് നേഷൻ എൻവയോൺമെൻറ്റ് പ്രോഗ്രാമിൻ്റെ ജനറേഷൻ റീസ്റ്റോറേഷൻ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ നഗരമാണ് കൊച്ചി. രാജ്യത്ത് ആദ്യമായി ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനായി കോഡ് ഗ്രേ പ്രോട്ടോകോൾ നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. കേരളത്തിലെ തുറമുഖങ്ങളെ ബന്ധിപ്പിച്ച് വിനോദസഞ്ചാര കപ്പൽ സർവീസ് നിലവിൽ വരുന്നത് കൊല്ലത്താണ്. ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയ വില്ലേജുകളിൽ ഭൂമി വിൽക്കാനും വാങ്ങാനുമായി അപേക്ഷിക്കേണ്ട പോർട്ടലാണ് എൻ്റെ ഭൂമി. സംസ്ഥാനത്തെ ആദ്യത്തെ തുളസീവനം ആരംഭിച്ചത് കോന്നിയിലാണ്. പശ്ചിമഘട്ടത്തിൽ നിന്ന് പുതുതായി കണ്ടെത്തിയ മേഘമല വെള്ളിവരയൻ ഏത് ജീവിയാണെന്ന് ചോദിച്ചാൽ അത് ചിത്രശലഭമാണ്. മേഘമല വെള്ളിവരയൻ ഓർത്തു വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയും ഈ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. കേരളത്തിലെ ആദ്യത്തെ ബാറ്ററി എനർജി സ്റ്റോറേജ് പദ്ധതി ആരംഭിക്കുന്നത് മയിലാട്ടി, കാസർഗോഡാണ്. ദി റിപ്പബ്ലിക് ഓഫ് സയൻസ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാണ് ഡോക്ടർ രഞ്ജിത്ത് നായർ. അധിനിവേശ സസ്യങ്ങൾ നീക്കം ചെയ്ത് നിത്യഹരിത വനങ്ങൾ പുനഃസൃഷ്ടിക്കാനുള്ള സർക്കാർ പദ്ധതിയാണ് വനദീപ്തി. ഒരു തദ്ദേശ സ്ഥാപനം ഒരു കായിക പദ്ധതി എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടത്തുന്ന ക്യാമ്പയിനാണ് പ്രൊജക്റ്റ് 1000. മുഴുവൻ ഗോത്രവർഗക്കാർക്കും അടിസ്ഥാന രേഖകൾ ഉറപ്പാക്കിയ ഇന്ത്യയിലെ ആദ്യ ജില്ലയാണ് വയനാട്. പട്ടികവർഗക്കാരായ അമ്മമാർക്കും കുട്ടികൾക്കും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ജനനി ജന്മ രക്ഷ. വീട്ടിലെ ഇലക്ട്രിക് പ്ലംബിംഗ് ജോലികൾ മുതൽ രോഗി പരിചരണത്തിനും പ്രസവ ശുശ്രൂഷയ്ക്കും വരെ പരിശീലനം സിദ്ധിച്ച സ്ത്രീകളെ ലഭ്യമാക്കുന്ന സഹകരണ വകുപ്പിൻ്റെ പദ്ധതിയാണ് സഖി പദ്ധതി. പാലക്കാട് ചുരത്തിൻ്റെ ഹരിതവൽക്കരണത്തിനായി ആരംഭിക്കുന്ന പദ്ധതിയാണ് ഗ്രീൻ ദ ഗ്യാപ്പ്. സ്കൂൾ വിദ്യാർത്ഥികളുടെ ലഹരി ഉപയോഗം ഇല്ലാതാക്കാൻ എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് നേർവഴി. കാലാവസ്ഥാ വകുപ്പിൻ്റെ 150ാം വാർഷിക സമ്മേളനത്തിൻ്റെ ഭാഗമായി രാജ്യത്തെ ഓരോ കുടുംബത്തിനും അനുയോജ്യമായ കാലാവസ്ഥാ വിവരങ്ങൾ തത്സമയം നൽകാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയുടെ പേരാണ് മൗസം മിഷൻ എന്ന് പറയുന്നത്. അടുത്തത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കായി സഹപാഠികൾ വഴി സഹായം ലഭ്യമാക്കുന്ന പദ്ധതിക്ക് പറയുന്ന പേരാണ് പഠനമിത്രം. 2024 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ആതിഥേയത്വം വഹിച്ചത് തമിഴ്നാടാണ്, വിജയ് മഹാരാഷ്ട്ര. 2024 ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് ആതിഥേയത്വം വഹിച്ചത് ലഡാക്ക് ആൻഡ് ഗുൽമാർഗ്. 2025 38ാമത് ദേശീയ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ചത് ഉത്തരാഖണ്ഡ്. 2025 പ്രഥമ ഖേലോ ലോകകപ്പ് നടന്നത് ഇന്ത്യയിലാണ്.
2024 50ാമത് G7 ഉച്ചകോടിക്ക് വേദിയായത്. 2024 50ാമത് G7 ഉച്ചകോടിയാണ് ഇറ്റലി. 2027 പുരുഷ ഏകദിന ലോക കപ്പ് ക്രിക്കറ്റ് വേദിയാണ് സൗത്ത് ആഫ്രിക്ക, നമീബിയ, സിംബാബ്വെ. 2023 ഏഷ്യൻ ഗെയിംസിൻ്റെ വേദിയായത് ഹാങ്ഷു, ചൈനയാണ്. ജപ്പാൻ 2026 2030 ഖത്തറുമാണ്. 2028 ഒളിമ്പിക്സിൻ്റെ വേദിയാണ് ലോസ് ആഞ്ചലസ്, അത് US ആണ്. 2032 ബ്രിസ്ബൺ, ഓസ്ട്രേലിയ. ഇനി 2026 ഫുട്ബോൾ വേൾഡ് കപ്പ് വേദിയാണ് US, മെക്സിക്കോ, കാനഡ. ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ സ്ഥിരം വേദിയാണ് ദാവോസ്, സ്വിറ്റ്സർലൻഡ്. 2025 AI ഉച്ചകോടിയുടെ വേദി വേണമെങ്കിൽ ചോദിക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്. 2025 AI ഉച്ചകോടിയുടെ വേദിയാണ് പാരീസ്, ഫ്രാൻസ്. 2024 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് പ്രൊഫസർ MK സാനു ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയും കറണ്ട് അഫെയർസ് ആണ് നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. പാർട്ട് 1ഉം പാർട്ട് 2ഉം കംപ്ലീറ്റ് ആണ്. തീർച്ചയായിട്ടും 2025 വരാനിരിക്കുന്ന എക്സാമുകളിൽ ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. അപ്പോൾ ക്ലാസ് മൊത്തമായി കാണുക. 1, 2, 3 തവണ മക്കളെ കാണാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മൾ ഈ പറയുന്ന പേരുകളെല്ലാം പുതിയതായിട്ട് കേൾക്കുന്ന പേരുകളാണ്, പുതിയതായിട്ട് കേൾക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയതായിട്ട് കേൾക്കുന്ന പദ്ധതികൾ എല്ലാം പുതിയ 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 കാര്യങ്ങളാണ്. അപ്പോൾ ഒറ്റ വായനയിലോ അല്ലെങ്കിൽ ഒറ്റ നമ്മൾ ക്ലാസ് കേൾക്കുന്നതിലൂടെയോ ചിലപ്പോൾ നമുക്കത് കിട്ടത്തില്ല. അപ്പോൾ 1, 2, 3 തവണ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്ഷനിൽ നിന്നും ശരിയായിട്ടുള്ളൊരു ഉത്തരം തിരഞ്ഞെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ 1, 2, 3 തവണ ക്ലാസ് കേൾക്കുക. അതേപോലെ തന്നെ നോട്ടും കറക്റ്റായിട്ട് വായിച്ചു പോവുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടിയിട്ട് നിലവിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്ന ക്ലാസ് ഉണ്ട്, PYQ ഡിസ്കഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർസ് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തു നിന്നും കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കൃത്യമായി തന്നെ പഠിച്ചു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും 2025 നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിപ്പെടാനും അതേപോലെ തന്നെ നിങ്ങൾക്കൊരു നല്ല ജോലിക്ക് പ്രവേശിക്കാനും പറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ എത്രത്തോളം ആത്മാർത്ഥതയോടു കൂടിയാണോ അതിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്നത്, അതിൻ്റെ പ്രതിഫലം തീർച്ചയായിട്ടും ദൈവം നിങ്ങൾക്ക് തരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളൂ. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ അടുത്ത് വരുന്ന എക്സാമുകളിൽ ചോദിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.